Hello everyone, welcome to CS Learning Hub. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബൈനറി ട്രീ ട്രാവേഴ്സലിനെ കുറിച്ചിട്ടായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ ഡിഫറെൻറ്റ് ടെക്നിക്സ് പറഞ്ഞു അല്ലേ? ട്രാവേഴ്സലിന് വേണ്ടിയിട്ട് പ്രീ ഓർഡർ, ഇൻ ഓർഡർ ആൻഡ് പോസ്റ്റ് ഓർഡർ. അത് വെച്ചിട്ട് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്തു. ഓക്കെ, അപ്പോൾ അതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉള്ളവർക്ക് സോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു ഈസി ടെക്നിക്കാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ബൈനറി ട്രീയിൽ എങ്ങനെ നമുക്ക് പ്രീ ഓർഡറും ഇൻ ഓർഡറും പോസ്റ്റ് ഓർഡറും ഒക്കെ ഈസി ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കാനുള്ള ഒരു ടെക്നിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ എക്സാംസിനൊക്കെ നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. പക്ഷെ നിങ്ങൾ എന്തായാലും കോൺസെപ്റ്റ് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് ഈസി ടെക്നിക്ക് വെച്ച് നമ്മൾ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് കോൺസെപ്റ്റ് ഒന്നും കൂടെ പറയാം. എന്താണ് പ്രീ ഓർഡർ, ഇൻ ഓർഡർ, പോസ്റ്റ് ഓർഡർ? അപ്പോൾ ഒരു ട്രീയിൽ ട്രാവേഴ്സൽ മെത്തേഡ്സ് ആണ് പ്രീ ഓർഡർ ട്രാവേഴ്സൽ, ഇൻ ഓർഡർ ട്രാവേഴ്സൽ, അതുപോലെ തന്നെ പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ. സപ്പോസ് ഇതൊരു ട്രീ ആണെങ്കിൽ ABC എന്നുള്ള നോഡ് ഉണ്ട് ട്രീക്ക്. പ്രീ ഓർഡർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ട്രാവേഴ്സൽ ചെയ്യുക? ഫസ്റ്റ് റൂട്ട് നോഡ്, ദെൻ ലെഫ്റ്റ്, റൈറ്റ്. അപ്പോൾ ഫസ്റ്റ് റൂട്ട് നോഡ് എന്ന് പറയുമ്പോൾ A, ദെൻ ലെഫ്റ്റ് നോഡ്, ദെൻ റൈറ്റ് നോഡ്. ABC ആയിരിക്കും അതിൻ്റെ പ്രീ ഓർഡർ. ഇനി ഇൻ ഓർഡർ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? ലെഫ്റ്റ്, റൂട്ട്, റൈറ്റ് അല്ലേ? ആദ്യം ലെഫ്റ്റ് നോഡാണ്, അപ്പോൾ B, ദെൻ റൂട്ട് നോഡ് A, ദെൻ റൈറ്റ് നോഡ്. ഇനി പോസ്റ്റ് ഓർഡർ എന്ന് പറയുമ്പോഴോ ഫസ്റ്റ് ലെഫ്റ്റ് നോഡ് ട്രാവേഴ്സ് ചെയ്യും, ദെൻ റൈറ്റ് നോഡ് ട്രാവേഴ്സ് ചെയ്യും, ലാസ്റ്റ് ആണ് റൂട്ട് നോഡ് ഇവിടെ ട്രാവേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ BCA എന്നായിരിക്കും അതിൻ്റെ പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സിൽ. ഇനി നമുക്ക് എങ്ങനെയാണ് ഈസി ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബൈനറി ട്രീയിൽ ഏതൊക്കെ നോട്ട്സിനാണോ ചൈൽഡ് ഇല്ലാത്തത് അതിനൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു എക്സ്ട്രാ ഡമ്മി ചൈൽഡ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബൈനറി ട്രീയിൽ നമ്മൾ നോക്കിയേ, ഇതിൽ എക്ക് ചൈൽഡ് ഇല്ല, അപ്പോൾ എന്നെ റൈറ്റ് ചൈൽഡും ലെഫ്റ്റ് ചൈൽഡും ആഡ് ചെയ്തു. സിക്ക് ലെഫ്റ്റ് ചൈൽഡും റൈറ്റ് ചൈൽഡും ആഡ് ചെയ്തു. ഇക്ക് ലീഫ് നോഡാണ്, അപ്പോൾ ഇക്ക് ലെഫ്റ്റ് നോഡും റൈറ്റ് ചൈൽഡും ആഡ് ചെയ്തു. അപ്പോൾ ഏത് നോഡിനാണ് ചൈൽഡ് ഇല്ലാത്തത് അതിനൊക്കെ നമ്മൾ ജസ്റ്റ് ഡമ്മി ചൈൽഡ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ഡ്രോ ചെയ്ത് കൊടുക്കുക. Hന് ലെഫ്റ്റും റൈറ്റും ആഡ് ചെയ്തു. Iക്ക് നമ്മൾ റൈറ്റ് ആഡ് ചെയ്തു, ലെഫ്റ്റ് ഓൾറെഡി ഉണ്ട്, അപ്പോൾ Iക്ക് റൈറ്റ് മാത്രമേ ആഡ് ചെയ്തുള്ളൂ. അതുപോലെ Gക്ക് ലെഫ്റ്റ് ആഡ് ചെയ്തു, Kക്ക് ലെഫ്റ്റും റൈറ്റും നമ്മൾ ആഡ് ചെയ്തു. ഇനി എന്താ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ഡ്രോ ചെയ്യാണ്. ഈ ട്രീയുടെ ഷേപ്പിൽ നമ്മൾ ഇങ്ങനെ ഡ്രോ ചെയ്യും. ഡ്രോ ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈം ആണ് ഒരു നോഡിനെ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളത് പ്രീ ഓർഡറിലോട്ട് ആഡ് ചെയ്യും. 2 ടൈംസ് ആണ് ഒരു നോഡിനെ വിസിറ്റ് ചെയ്യുമ്പോൾ അത് ഇൻ ഓർഡറിലോട്ട് ഇൻസേർട്ട് ചെയ്യും. 3 ടൈംസ് ആണ് ഒരു നോഡിനെ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഓർഡറിലേക്ക് ഇൻസേർട്ട് ചെയ്യും. അപ്പോൾ അതെങ്ങനെയാണെന്ന് എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കാം. ഫസ്റ്റ് ട്രീയുടെ ഷേപ്പിൽ ഡ്രോ ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് Fലേക്ക് എത്തി. F എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം ആണ് റീഡ് ചെയ്യുന്നത്. അപ്പോൾ Fനെ നമ്മൾ പ്രീ ഓർഡറിലോട്ട് ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, ഇനി Fന്ന് നമുക്ക് ഇങ്ങനെ പോവാം. Dയിലേക്ക് വന്നു, അപ്പോൾ D ഫസ്റ്റ് ടൈമാണ്, അപ്പോൾ പ്രീ ഓർഡറിലേക്ക് ഇൻസേർട്ട് ചെയ്തു. ദെൻ Bയിലേക്ക് വന്നു, Bയും ഫസ്റ്റ് ടൈമാണ്, പ്രീ ഓർഡറിലേക്ക് ഇൻസേർട്ട് ചെയ്തു. ദെൻ Aയിലേക്ക് വന്നു, A ഫസ്റ്റ് ടൈമാണ്, പ്രീ ഓർഡറിലേക്ക് Aനെ നമ്മൾ ഇൻസേർട്ട് ചെയ്തു. ഇനി ശ്രദ്ധിക്കുക, നോക്കിയേ, Aയുടെ ലെഫ്റ്റ് ഡമ്മി ചൈൽഡ് വഴി വീണ്ടും Aയിലേക്ക് തന്നെയാണ് വരുന്നത്. അപ്പോൾ A 2 ടൈംസ് ആയി, അപ്പോൾ നമ്മൾ Aനെ ഇൻ ഓർഡറിലേക്ക് ആഡ് ചെയ്യുക. ഓക്കെ, ഇനി അഗെയിൻ റൈറ്റ് ചൈൽഡ് ഡമ്മി ചൈൽഡിലേക്ക് മൂവ് ചെയ്തു, അഗെയിൻ Aയിലേക്കാണ് വന്നത്. അപ്പോൾ 3 ടൈംസ് Aനെ വിസിറ്റ് ചെയ്തു. ഇവിടെ വിസിറ്റ് ചെയ്തു, ദെൻ ഈ ഒരു പോയിന്റിൽ നമ്മൾ വിസിറ്റ് ചെയ്തു, പിന്നെ ഇപ്പോൾ ഇവിടെ വിസിറ്റ് ചെയ്തു. അപ്പോൾ 3 ടൈംസ്. അപ്പോൾ നമ്മൾ Aനെ പോസ്റ്റ് ഓർഡറിലേക്ക് ആഡ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ഡ്രോ ചെയ്യുക, അത്രേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല അതിൽ. ദെൻ Bയിലോട്ട് വന്നു. അപ്പോൾ Bനെ നമ്മൾ ഇവിടെ ഓൾറെഡി ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അഗെയിൻ B ഇവിടെ വെച്ച് വിസിറ്റ് ചെയ്തു. അപ്പോൾ 2 ടൈംസ് ആയി, അപ്പോൾ Bനെ നമ്മൾ ഇൻ ഓർഡറിൽ ആഡ് ചെയ്തു. ഓക്കെ, ഇനി സി ഫസ്റ്റ് ടൈമാണ്, അപ്പോൾ പ്രീ ഓർഡറിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്തു. ഇനി സിയുടെ ലെഫ്റ്റ് ചൈൽഡിലോട്ട് വന്നു കേട്ടോ. ലെഫ്റ്റ് ചൈൽഡിലോട്ട് വന്നപ്പോൾ സി സെക്കൻഡ് ടൈമായി, അപ്പോൾ ഇൻ ഓർഡറിലേക്ക് പോയി. ദെൻ സി അഗെയിൻ ഇങ്ങോട്ട് വരുന്നുണ്ട് അല്ലേ, അപ്പോൾ വീണ്ടും 3 ടൈമായി, അപ്പോൾ സിനെ നമ്മൾ പോസ്റ്റ് ഓർഡറിൽ ഇൻസേർട്ട് ചെയ്തു. ഓക്കെ, ഇനി Bയിലോട്ടാണ് വരുന്നത്. അപ്പോൾ B ഇപ്പോൾ 3 ടൈംസ് ആയി, അപ്പോൾ Bനെ നമ്മൾ പോസ്റ്റ് ഓർഡറിലേക്ക് ഇൻസേർട്ട് ചെയ്തു. ഇവിടെ നമ്മൾ വിസിറ്റ് ചെയ്തായിരുന്നു, ഇവിടെ വിസിറ്റ് ചെയ്തു, ഇപ്പോൾ നമ്മൾ വിസിറ്റ് ചെയ്തു, അപ്പോൾ 3 ടൈംസ്. ഇനി നെക്സ്റ്റ് D എന്ന് പറയുന്നത് ഇപ്പോൾ സെക്കൻഡ് ടൈമാണ്. ഇവിടെ നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സെക്കൻഡ് ടൈം വിസിറ്റ് ചെയ്തു, അപ്പോൾ നമ്മൾ Dനെ ഇൻ ഓർഡറിലേക്ക് ഇൻസേർട്ട് ചെയ്യും. നെക്സ്റ്റ് Eയിലോട്ട് പോയി, ഈ ഫസ്റ്റ് ടൈമാണ്, അപ്പോൾ നമ്മൾ പ്രീ ഓർഡറിലേക്ക് ഇൻസേർട്ട് ചെയ്യും. ഓക്കെ, ഇനി നോക്കിയേ, ഈ ലെഫ്റ്റ് ചൈൽഡിൽ നിന്ന് ഡമ്മി ചൈൽഡിൽ നിന്ന് Eയിലേക്ക് തന്നെ റീച്ചായി, സെക്കൻഡ് ടൈമാണ് ഈ ഇൻ ഓർഡറിലേക്ക് ഇൻസേർട്ട് ചെയ്തു. ഇനി അഗെയിൻ E റീച്ച് ചെയ്തത് Eയിലേക്ക് തന്നെയാണ്, അപ്പോൾ 3 ടൈം E വിസിറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ. അപ്പോൾ Eനെ നമ്മൾ പോസ്റ്റ് ഓർഡറിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്തു.
ഇനി നെക്സ്റ്റ് ഡിയിലോട്ട് പോയി. ഡിയിൽ നോക്കിയേ, ഡി തേർഡ് ടൈമാണ്, അപ്പോൾ നമ്മൾ പോസ്റ്റ് ഓർഡറിലേക്ക് ഇൻസേർട്ട് ചെയ്തു. ദെൻ എഫ് ഇപ്പോൾ സെക്കൻഡ് ടൈമാണ്, അപ്പോൾ നമ്മൾ ഇൻ ഓർഡറിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നു. ദെൻ ഇപ്പോൾ ജെ, ഇനി എവിടേക്ക് പോവാ, റൈറ്റിലോട്ട് പോകും അല്ലേ. ജെ എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈമാണ് വിസിറ്റ് ചെയ്തത്, അപ്പോൾ ജെനെ നമ്മൾ പ്രീ ഓർഡറിൽ ഇൻസേർട്ട് ചെയ്യും. ദെൻ ജി ഫസ്റ്റ് ടൈമാണ്, പ്രീ ഓർഡറിൽ ഇൻസേർട്ട് ചെയ്യുക. ദെൻ ജിയുടെ ലെഫ്റ്റ് സൈഡിലോട്ട് വന്നു, എഗെയിൻ ജിയിലേക്ക് തന്നെയാണ് വന്നത്, അപ്പോൾ സെക്കൻഡ് ടൈം വിസിറ്റ് ചെയ്തപ്പോൾ ജിനെ നമ്മൾ ഇൻ ഓർഡർ സ്ട്രിങ്ങിൻ്റെ കൂടെ ആഡ് ചെയ്യുക. ദെൻ റൈറ്റിലോട്ട് പോയപ്പോൾ ഐ ഫസ്റ്റ് ടൈമാണ്, പ്രീ ഓർഡറിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. ദെൻ എച്ചിലോട്ട് വന്നു, എച്ചും ഫസ്റ്റ് ടൈമാണ് വിസിറ്റ് ചെയ്തത്, എച്ചിനെ നമ്മൾ പ്രീ ഓർഡറിൽ ഇൻസേർട്ട് ചെയ്യുക. എച്ചിൻ്റെ ലെഫ്റ്റ് ചൈൽഡ് വഴി വീണ്ടും എച്ചിലേക്ക് തന്നെയാണ് വന്നത്, അപ്പോൾ സെക്കൻഡ് ടൈം ആയപ്പോൾ ഇൻ ഓർഡറിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. ദെൻ റൈറ്റ് ചൈൽഡിലേക്ക് വന്നു, അപ്പോൾ എഗെയിൻ 3 ടൈം എച്ച് വിസിറ്റ് ചെയ്തു, അപ്പോൾ പോസ്റ്റ് ഓർഡറിൻ്റെ കൂടെ ആഡ് ചെയ്യുക എച്ച്. ദെൻ ഐയിലേക്ക് റീച്ച് ചെയ്തു എഗെയിൻ, അപ്പോൾ ഐ സെക്കൻഡ് ടൈമാണ്, ഇവിടെ റീച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവിടെ അപ്പോൾ സെക്കൻഡ് ടൈം, അപ്പോൾ ഇൻ ഓർഡറിൻ്റെ കൂടെ ഐനെ നമ്മൾ ആഡ് ചെയ്യുക. ദെൻ ഐയുടെ റൈറ്റ് ഡമ്മി ചൈൽഡ് എഗെയിൻ ഐയിലേക്ക് തന്നെയാണ് വന്നത്, അപ്പോൾ നമ്മൾ 3 ടൈംസ് അതിനെ വിസിറ്റ് ചെയ്തു അല്ലേ, അപ്പോൾ നമ്മൾ അതിനെ നമ്മൾ പോസ്റ്റ് ഓർഡറിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുക. ഓക്കെ, ഇനി എങ്ങോട്ടാണ് പോകുന്നത്, ഇനി ജിയിലോട്ട് തന്നെ പോകുന്നു വീണ്ടും, അപ്പോൾ ജി 3 ടൈംസ് ആയി ഇവിടെ, അപ്പോൾ ജീനെ നമ്മൾ പോസ്റ്റ് ഓർഡറിൻ്റെ കൂടെ ഇവിടെ ആഡ് ചെയ്തു. ഓക്കെ, ഇനി ജെ ഇപ്പോൾ സെക്കൻഡ് ടൈമാണ്, അപ്പോൾ ജെനെ നമ്മൾ ഇൻ ഓർഡറിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. ഇനി കെയിലേക്ക് എത്തി, കെ ഫസ്റ്റ് ടൈമാണ്, പ്രീ ഓർഡറിൻ്റെ കൂടെ ഫസ്റ്റ് ആഡ് ചെയ്തു. ദെൻ കെയുടെ ലെഫ്റ്റ് ഡമ്മി ചൈൽഡ് വഴി കെയിലേക്ക് തന്നെ വന്നു, അപ്പോൾ കെ നമ്മൾ സെക്കൻഡ് ടൈം വിസിറ്റ് ചെയ്തപ്പോൾ ഇൻ ഓർഡറിലേക്ക് ഇൻസേർട്ട് ചെയ്തു. എഗെയിൻ റൈറ്റ് ചൈൽഡ് വഴി കെയിലേക്ക് തന്നെയാണ് വരുന്നത്, അപ്പോൾ നമ്മൾ പോസ്റ്റ് ഓർഡറിലേക്ക് കെനെ ഇൻസേർട്ട് ചെയ്തു. ഇനി ഇങ്ങോട്ടാണ് പോകുന്നത്, ഇനി ജെയിലോട്ടാണ്, അപ്പോൾ ജെയിൽ ഇപ്പോൾ 3 ടൈം വിസിറ്റ് ചെയ്തു, അപ്പോൾ ജെനെ നമ്മൾ പോസ്റ്റ് ഓർഡറിലേക്ക് ജെനെ ഇൻസേർട്ട് ചെയ്യുക. ദെൻ എഫ് ലാസ്റ്റ് 3 ടൈമാണ് വിസിറ്റ് ചെയ്തത്, ഇപ്പോൾ ലെഫ്റ്റിനെ നമ്മൾ ഫസ്റ്റ് ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഈ ഒരു പോയിന്റിൽ വിസിറ്റ് ചെയ്തു, ദെൻ ഇപ്പോൾ വിസിറ്റ് ചെയ്തു, അപ്പോൾ 3 ടൈം വിസിറ്റ് ചെയ്തപ്പോൾ എഫിനെ നമ്മൾ പോസ്റ്റ് ഓർഡറിൽ നമ്മൾ ആഡ് ചെയ്യാം. ഈ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് 3 നമ്മൾ ഫൈൻഡ് ചെയ്തു ഈസി ആയിട്ട് അല്ലേ. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഡ്രോ ചെയ്യാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ, എന്നിട്ട് ഫസ്റ്റ് ടൈം നോഡിനെ വിസിറ്റ് ചെയ്യുമ്പോൾ അതിനെ ഇൻ ഓർഡർ പ്രീ ഓർഡറിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യുക. 2 ടൈംസ് നോഡിനെ വിസിറ്റ് ചെയ്യുമ്പോൾ അതിന് ഇൻ ഓർഡറിലേക്ക് ആഡ് ചെയ്യുക. 3 ടൈംസ് നോഡിനെ വിസിറ്റ് ചെയ്യുമ്പോൾ അതിനെ പോസ്റ്റ് ഓർഡറിലേക്ക് ആഡ് ചെയ്യുക. ഇത്രയും ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ ഇങ്ങനെ ഡ്രോ ചെയ്തിട്ട് നമുക്ക് ബൈനറി സെർച്ച് ട്രീയിൽ ട്രാവേഴ്സിൽ നമുക്ക് ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റും. എക്സാംസിനൊക്കെ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക, അപ്പോൾ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യുകയും ചെയ്യാം, കറക്റ്റായിട്ട് നമുക്ക് ആൻസറും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ദെൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.